കല്യാണം കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന പെൺകുട്ടികളൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. അത്രയും മനസമാധാനത്തോടെ ഇരിക്കാന്നേ അവര് വിചാരിക്കൂ. അളിയനെ മൂപ്പിക്കാതെ ഏടത്തിന്ന് പോണുണ്ടോ? ഇങ്ങനെ മൂപ്പിക്കണ്ട തീരുമാനിക്കാൻ നീ ആരടാ? ചുമ്മാ കയ്യും പിടിച്ചോണ്ടല്ല ഞാൻ ഇങ്ങനോട് ഇറങ്ങിപ്പോന്നത്. നിന്റെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റാ സ്ത്രീധനമായിട്ട് എഴുതി കൊടുത്തത്. അതെപ്പോ വാങ്ങി? എസ്റ്റേറ്റിനേക്കാൾ വിസ്താരമുള്ള പെണ്ണിനെ കെട്ടാൻ ചിലപ്പോ എസ്റ്റേറ്റ് ഒക്കെ എഴുതി വാങ്ങിയെന്ന് വരും. അത് കലക്കി പറഞ്ഞു. കുടിച്ച സാധനം വയറ്റി കിടക്കാതെ തലേ കയറി കളിച്ചാ വായി വരുന്ന ഞാനും വിളിച്ചു പറയും. പിന്നെ കുറുപ്പിനെ മരുന്നെടുക്കാൻ ഇവിടെ കാണില്ല. നിങ്ങൾ മാത്രമല്ല കുറുപ്പ്, ഞാനും കുറുപ്പാ. അളിയൻ വേണേ വേറെ കല്യാണം കഴിച്ചോ, എന്നാലും അളിയന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. എന്റെ ഏട്ട അങ്ങനെ ഒരു നല്ല ബുദ്ധി ഏട്ടൻ കാണിച്ച ഏട്ടത്തിയുടെ കൈയുണ്ടാവും ഏട്ടന്റെ മരണം. ആ 16 അടിയന്തരവും നമ്മൾ തന്നെ ഉണ്ണേണ്ടി വരും. അത് വേണോ ഏട്ടാ? ദിനകര ഒരു മിനിറ്റ്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്റെ അച്ഛന് ഇങ്ങനെ ഒരു മുഖമുണ്ട്. അച്ഛനെ നിന്ദിക്കാൻ പാടില്ലെന്ന മാഷെന്നെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ അച്ഛനെ 2 പൊട്ടിച്ചനെ. അത് വേണോ? അത് വേണോ വേണ്ടോ ഇതുവരെ തീരുമാനമായിട്ടില്ല. വിഷമിക്കരുത്. ഒരു കാര്യം അറിയാനാണ് ഞാൻ ഓടി വന്നത്. രാധയെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഒരു തന്ത വേണമെന്ന് മിസ്റ്റർ ദിനകരന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല. കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ രാധയുടെ ചെക്കനൊരു തന്തയെ കാണണമെന്ന് നല്ല മോഹമുണ്ട്. രാധയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ണു നിറച്ച് കാണണമെന്ന് അമ്മ എപ്പോഴും അച്ഛനോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ഞാനത് ഏറ്റവും ഇനി അമ്മയെ കാണുമ്പോ അച്ഛൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ദിനകരന്റെ രാധക്കുട്ടി ഈ സഹദേവന്റെ ജീവന. ഒരു കള്ളനത്തിരി സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്ന് വെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നി. ആര് സമ്മതിച്ചില്ലെങ്കിലും തുലാം 16-ാം തീയതി രാധയുടെ കാര്യത്തിൽ താലി കെട്ടാൻ മാഷിന്റെ വീട്ടുമുറ്റത്ത് ഈ സഹദേവൻ ഉണ്ടാവും. നിങ്ങൾ സഹദേവനല്ല സഹദേവ, പിന്നെ ദേവനാ. ഈ നല്ല മനസ്സിന് ദൈവം തരും. അത് ദൈവം തരുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. നമ്മളിങ്ങനെ അറിയാതെ കല്യാണത്തിന് മുമ്പ് കെട്ടിപ്പിടിച്ച് പോയത് തൽക്കാലം അച്ഛൻ അറിയണ്ട. അറിഞ്ഞ പ്രശ്നം എന്നെ പൂട്ടിയിടും. അളിയൻ പോയിക്കോ, ആരും അറിയില്ല. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ഇപ്പഴാ ഒന്ന് ജീവൻ വെച്ചത്. ഈ വഴിക്കല്ലേ അമ്പലക്കുളം ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് കുളിച്ചു കൊടുത്തിട്ട് പോവാം. കൃഷ്ണ കൃഷ്ണനല്ല അയ്യപ്പനാ. രണ്ടും ഒന്നേടോ അയ്യപ്പാ. അയ്യപ്പാ, എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ ഓരോന്ന് കഴിയുമ്പോൾ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 100-500 കിലോമീറ്റർ അപ്പുറത്തുണ്ടാ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും കിട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് അടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചവ് മോഷ്ടിച്ചത്. അതച്ഛൻ പറഞ്ഞോ? പണിക്കരട്ട് ചെന്നാ ബാസുനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു എന്ന് പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ. അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. അത് ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നത്. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് ഈ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാക കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വീട്ടു പോവാൻ വയ്യേ. 1-2 10,000-കണക്കിന് ഭൂതങ്ങൾ. ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നു എന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂ. പോ. ദൈവമേ, അവള് ഫ്യൂസായി. അയ്യോ അയ്യോ. അയ്യോ മുതലാളി, ആരാ? കാര്യസ്ഥൻ രാമക്കുറുപ്പ്.
ഏത് കുറുപ്പ് അവിടെ വിളിച്ചു കൂവരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുറുപ്പേ, കുറുപ്പേ, തന്നെയല്ലോ ഞാനോട് ഓടിച്ചത്. അകത്ത് പൂജ നടക്കണം അറിഞ്ഞൂടെ? ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. ഇപ്പോഴത് മനസ്സിലായി. ഇനി പ്രതീക്ഷിക്കൂല. പ്രസാദം വാങ്ങിച്ചോളൂ. ഓം നമ ശിവായ. കണ്ടോ? വെള്ളം വെട്ടിത്തിളച്ചു പോയടാ. എന്തൊക്കെയോ ഉരുണ്ട് വീഴുന്നുണ്ടല്ലോ. ഭൂമി കുലുക്കുന്നുണ്ടോ? എന്ത് കുലുക്കം? വെട്ടിക്കിടന്ന് നിനക്ക് ഭ്രാന്തായോ? ഹ, വല്ലാത്ത ചൂട്. ഞാൻ പോയി കുറച്ച് തണുത്തോളം കൊണ്ടുവരാം. നീ പേടിക്കാണ് കേടാ. അയ്യോ 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 തണുത്ത വെള്ളം. അയ്യോ ഇതാരോ നമ്മുടെ കഴുത്തിൽ ഊരാക്കൂട് കിട്ടതാ. ശൈവഭൂതങ്ങളാണെന്നാ അവള് പറഞ്ഞത്. ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ, ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ. ആ പെണ്ണെവിടെ? ചിന്നക്കുറുപ്പിനെ കാര്യമായിട്ടൊന്ന് പുഴുങ്ങാതെ ചന്ദ്രപ്പന പെണ്ണിനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പെട്ടിയിൽ കയറിയതും അളിയൻ പട്ടിക്കൂട്ടിലായതും പിന്നെ സഹിക്കാം. ആര് വിചാരിച്ചാലും പ്രാന്താവാത്ത ഏടത്തേക്ക് അങ്ങനെ പ്രാന്തായത് എനിക്കതാ മനസ്സിലാവാത്തത്. മുതലാളിക്ക് ദേഷ്യം പിടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ തന്നെ ആ നാരായണ മാഷ വീട്ടിലും കള്ളം കയറിയത്. അന്ന് അവിടെ നിന്ന് കിട്ടിയത് ഒരു ലുങ്കി, ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ധാവണി. ആ ഒരു വ്യത്യാസം മാറ്റി വെച്ചാ രണ്ട് സ്ഥലത്ത് കയറിയത് ഒരേ കള്ളല, സംശയമില്ല. സംശയമില്ല. പക്ഷെ പെണ്ണെവിടെ? ആ ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ, താനാണോ ചന്ദ്രപ്പൻ? ഞാനല്ല, ഇവനാണ്. ഞാനല്ല അവൻ. ഇങ്ങോട്ട് വാ, കേറ് ജീപ്പില്. അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കുറുപ്പേ. ഇവനോട് ചിന്നക്കുറുപ്പിന്റെ ഏട്ടന്റെ മോൾ എവിടാണെന്ന് പറയാൻ പറ. AC ജീപ്പാണ്. പടിയുണ്ട്, സൂക്ഷിക്കണേ. ഇവര് കല്യാണം നിശ്ചയിച്ച പെണ്ണ അവള്. ഈ തൊപ്പി വെച്ച് എന്നുമ്പിൽ തമാശ കളിക്കരുത്. ഞാൻ മൂർഖനാ, കരിമൂർഖൻ. അപ്പൊ ഈ കാണുന്നതാണോ മോലാലിയുടെ പത്തി? അതോ ഇനി വേറെ ഉണ്ടോ? നോക്കി നിൽക്കാതെ അവനെ ജീപ്പിലേക്ക് എടുത്ത് മുതലാളി ഒരുപക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും. അങ്ങ് തിരുവനന്തപുരം വരെയും ഡൽഹി വരെയും ഒക്കെ കൈയും കാലും നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ച് അതങ്ങാനും എടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ. വേഷം കൊണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാ, പക്ഷെ ദേഷ്യമെന്ന തനി ഐജിയാ. ഇതിലും വലിയ വേഷങ്ങൾ കിട്ടുന്ന അലോട്ടപ്പന്മാർ എന്റെ കയ്യിലുണ്ടോ? ഒന്ന് കറക്കുകയേ വേണ്ടൂ. പൊതിഞ്ഞു കെട്ടി സ്ഥലം വിടാൻ തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ വരും. അത് ഞാൻ വരുത്തി കാണിക്കണോ? നീ ഇറങ്ങി പോഴേന്ദ്രപ്പാ. ഇൻസ്പെക്ടർമാൻ ഇപ്പോഴാ കാര്യം മനസ്സിലായത്. ചന്ദ്രപ്പ പോലെ പ്ലീസ്. ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു STD വിളിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരു STD വരാൻ ഏകദേശം എന്ത് സമയം എടുക്കും? ലൈൻ കിട്ടിയ ഒരു 30-35 സാർ. ലൈൻ കിട്ടിയ ഒരു 30-35 മിനിറ്റ് എടുക്കും സാർ. അതുവരെ നമുക്ക് വന്നെ പൊരിച്ചൂടെ? കടിച്ചു തിന്നട്ടെ. എന്താ സാർ? കൊച്ചുഷ അനക്കമില്ല. ലൈൻ കട്ടായി എന്നാ തോന്നണേ. കട്ടാവാണ് സാർ. കോഡ് മാറ്റി ഒന്ന് കറക്കി. ലൈൻ കിട്ടി കൊച്ചുഷ, ലൈൻ കിട്ടി. എന്റെ പൊന്ന് സാറേ, ഞാനും അളിയനും തമ്മിൽ ഒരു കച്ചവടം ഇല്ലേ? പിന്നെന്തിനാ ചത്ത പോലെ നിന്നേ? ഇടി കിട്ടിയ സോം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, പെട്ടിയുടെ അകത്തായിരുന്നു. സത്യം പറഞ്ഞോ? ദാ കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടി കൊടുത്ത് മേടിച്ചതാ. ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ. അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അത് ഞാനാ. സത്യം പറ, ആ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയ പെട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്തായപ്പുരയിൽ വേറെയും കുറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അതിനകത്തൊക്കെ എന്തായിരുന്നു? അളിയന്റെ ചരക്ക.
ഇവന്റെ അളിയൻ എവിടുന്നാണോ ഇത്രയ്ക്കധികം ചരക്കുകൾ, അതും പഴയ നല്ല നല്ല വിലപിടിപ്പുള്ള ചരക്കുകൾ. ഇത്രയും ചരക്കിനെ ഒന്നായി ഉന്തിക്കൊണ്ടുവരാൻ നിന്റെ അളിയൻ എന്താ ഈ നാട്ടിലെ ഗുഡ് സ്ട്രെയിനാ? നളിനാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരേ. വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സ്റ്റൈലനിടി. അളിയൻ അന്ന് കിട്ടിയ ഇടിയും ഇപ്പോ കേൾക്കുന്ന നിലവിളിയും തമ്മിൽ പറയത്തക്ക എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കൊണ്ടേ പറയണം. ചെറിയച്ചനോട് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യിക്കാം. ഒരു വ്യത്യാസമില്ല. അതേ ഇടി, അതേ നിലവിളി. കരയുന്നത് ഞാനല്ലാത്തത് കൊണ്ട് ശബ്ദത്തിന് ഇത്തിരി വ്യത്യാസം തോന്നും. അയ്യോ. അത് സാരില്ല. ഈ ഇടി ഇപ്പം നിൽക്കും. തുമ്പശ്ശേരി കുറിപ്പ് തിരുവനന്തപുരത്തേക്ക് STD വിളിക്കാൻ പോയിരിക്കാ. ഇടിയുടെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോ ലൈൻ കിട്ടി വരുമ്പോഴേക്കും ചന്ദ്രക്കുറിപ്പ് ഏതാണ്ട് STD ആവും. അവൻ STD ആയി.